ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു ക്യാപ്റ്റനെ ചുറ്റുമുണ്ടായിരുന്ന ടൈറ്റൻസ് എല്ലാം ചേർന്ന് കടിച്ചു പറക്കുകയാണ്. ഇവിടെ ഒരു സോൾജിയർ ആണെങ്കിൽ കമാൻഡർ പിക്സസിന്റെ അടുത്തേക്ക് ഓടിയെത്തും. കമാൻഡർ, ടൈറ്റൻസ് അവറ്റകൾ വാൾമറിയെ തകർത്ത് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സോൾജിയേഴ്സ് ഇതിനോടകം കൊല്ലപ്പെട്ടു. അവൻ പറയുന്നത് കേട്ട് മെയിൻ കമാൻഡറും അവിടെ ഉണ്ടായിരുന്ന മൊട്ട കമാൻഡറും അങ്ങനെ എല്ലാവരും ഷോക്കാവും. ഇതാ ഹീറോയും ചുന്ദരിപ്പണിനെയും മഞ്ഞമുടി പയ്യനെയും കാണിക്കും. ഹീറോ ആണെങ്കിൽ ഷോക്കായിട്ട് പറയും, ഓ നോ, ഈ ടൈറ്റൻസ് എന്തിനാ ഈ ചുമര് വീണ്ടും തകർക്കണേ? അന്ന് നമ്മൾ അവിടെ ഉണ്ടായിരുന്നപ്പോഴും അവരിതുപോലെ ചുമര് തകർത്തതല്ലേ? അതിന് മഞ്ഞമുടി നർമിൻ പറയും, അല്ല, അന്ന് അവറ്റകൾ തകർത്തത് ആ വലിയ ഗേറ്റ് ആണ്, അല്ലാതെ ചുമരല്ല. പെണ്ണാണെങ്കിൽ വണ്ടടിച്ച് മഞ്ഞമുടി നാർമിനോട് ചോദിക്കും, സത്യത്തിൽ നീ എന്താ പറയാൻ ഉദ്ദേശിക്കണേ? അതിന് മഞ്ഞമുടി നാർമിൻ പറയും, മതിലുകൾക്കുള്ളിൽ ഇതുവരെ വിടവൊന്നും ഉണ്ടായിട്ടില്ല. അതില് തുരങ്കങ്ങളോ അല്ലെങ്കിൽ ചെറിയ പൊത്തുകളോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മതിലിനകത്ത് എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു. എന്റെ ഗസ് ശരിയാണെങ്കിൽ ടൈറ്റൻസിന്റെ ആ ഹാർഡനിങ് പവർ അതുപയോഗിച്ചിട്ടാണ് ആ ഒരു വലിയ മതില് അത് ക്രിയേറ്റ് ചെയ്തതെങ്കിലോ അവളുടെ ബോഡി അത്തരത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റുള്ള ടൈറ്റൻസിനും അത്തരത്തിൽ ചെയ്യാൻ കഴിയില്ലേ? അത് കേട്ട് ഇപ്പോ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഷോക്കാവും. അത്യത ഇവിടെ ചുന്ദരിപ്പണിനെ കാണിക്കും. അവളാണെങ്കിൽ ആനിയുടെ ആ ക്രിസ്റ്റലിന്റെ ഒരു പാർട്ട് എടുത്ത് ഇപ്പൊ അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒരു സോൾജിയർ ആണെങ്കിൽ അവളോട് പറയും, നീ ഇതുവരെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം, അതല്ല എങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും. കണ്ണാടിപ്പെണ്ണാണെങ്കിൽ ആ റിസർച്ചിനിടയിൽ എന്തോ ഒന്ന് കണ്ട് ഷോക്കാവും. ആ സമയം ക്യാപ്റ്റൻ ലീവായി ആളാണെങ്കിൽ കണ്ണാടിപ്പെണ്ണിനോട് പറയും, ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം. അങ്ങനെ അവരെല്ലാവരും അവിടുന്ന് പുറപ്പെടാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇവിടെ മഞ്ഞമുടി നാർമിനാണെങ്കിൽ കണ്ണാടിപ്പെണ്ണിനോട് ചോദിക്കും, ഈ പാസ്റ്ററിനെ എന്തിനാ നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നത്? അതിനവള് പറയും, ഈ ക്രമീകരണത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? ഇതിൽ ഞാനും നിക്കും വലിയ സുഹൃത്തുക്കളാണ്, അതുകൊണ്ടാണ് ഈ പാസ്റ്ററിനെ കൂടെ കൊണ്ടുപോകുന്നത്. ഉടനെ ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ ഹീറോയോട് പറയും, ഇവരെ കൊണ്ടുപോകുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയം ഇപ്പൊ ഗേറ്റ് ഓപ്പൺ ആവുകയാണ്. വാൾറോസ് അതിനുള്ളിൽ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എർമിറ്റ്സ് വരെ വലിയ കുഴപ്പമൊന്നുമില്ല, അതുവരെ നമുക്ക് പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നതെന്ന് എർവിൻ സ്മിത്ത് പറയും. ഉടനെ അവരാണെങ്കിൽ അവിടുന്ന് പുറപ്പെടുകയാണ്. മഞ്ഞമുടി നർമിനാണെങ്കിൽ ആ വലിയ മതിലിലേക്ക് നോക്കും. ഇത്രയും കാലവും തങ്ങൾ പേടിച്ച ആ ഒരു പേടി സ്വപ്നം ഉറങ്ങിക്കിടന്നത് ആ മതിലിലായിരുന്നുവെന്ന് അവൻ തിരിച്ചറിയും. കട്ട് ചെയ്ത ഇവിടെ ഹീറോ ആണെങ്കിൽ വണ്ടടിച്ച് ഇപ്പൊ കണ്ണാടിപ്പണിനോട് ചോദിക്കും, സത്യം പറയും, ഈ പാസ്റ്ററിന് ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ ടൈറ്റൻസ് ഉണ്ടായിരുന്നുവെന്ന് അറിയാമായിരുന്നോ? അതിന് കണ്ണാടിപ്പണ്ണ് പറയും, അതെ, ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മൾ ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകുന്നത് നടക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാനാണ്. അദ്ദേഹത്തിന്റെ തെറ്റ് അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യണം. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുമോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഈ സത്യങ്ങളെല്ലാം മറച്ചു വെക്കും. ജനങ്ങളുടെ ജീവന് കഴിഞ്ഞും വലുതായി നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? അറിയാവുന്ന സത്യങ്ങൾ ഇനിയെങ്കിൽ നിങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ദേഷ്യപ്പെടും. ആ സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ തലയ്ക്ക് ഒരുപാട് വേദന തോന്നുകയാണ്. ഉടനെ ലീവായി ബോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഗൺ പുറത്തേക്ക് എടുത്ത് ആ ബാസ്റ്ററിന് നേരെ നീട്ടും. ഓരോരുത്തരോടും ചോദ്യം ചോദിക്കാനായിട്ട് ഒരുപാട് വഴികൾ നമ്മുടെ കയ്യിലുണ്ട്. പരിക്കു പറ്റിയാലും ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നു പറഞ്ഞ് ലീവായി ആണെങ്കിൽ ഗണ്ണ് ആളുടെ തലയ്ക്ക് നേരെ ചൂണ്ടും. അതിന് കണ്ണാടി പെണ്ണ് പറയും, ഭീഷണിയുടെ സ്വരമൊക്കെ ഇതിനു മുൻപ് ഞാൻ ഉയർത്തിയതാണ്, അതുകൊണ്ടൊന്നും സത്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തിന് മനുഷ്യവംശത്തിന് മുകളിലായിട്ട് മറ്റെന്തൊക്കെയോ അറിയാം, അതുകൊണ്ടാണ് ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഇദ്ദേഹം മനസ്സ് ഓർക്കണമെങ്കിൽ അത് ഇദ്ദേഹം തന്നെ കരുതണം. കട്ട് ചെയ്ത ദിവസത്തെ രാവിലത്തെ ചില സീനുകൾ കാണിക്കുകയാണ്. സഷയും അവളുടെ ഫ്രണ്ടും അവർ രണ്ടുപേരും അവളുടെ ഗ്രാമം നോക്കി പോവാണ്. സഷയുടെ ഗ്രാമത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഗ്രാമം ഇപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടും. ഉടനെ അവളുടെ കൂടെയുള്ള ഓഫീസറാണെങ്കിൽ സഷിയോട് പറയും, ഞാൻ ആ ഗ്രാമത്തിലെ കാര്യങ്ങൾ നോക്കാം, ഈ ഗ്രാമത്തിലേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പറയും. അതിന് അവളാണെങ്കിൽ ഓക്കെ പറഞ്ഞ് മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവളുടെ പപ്പ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരുപാട് കഷ്ടപ്പെട്ട് ശീതകാലത്തേക്ക് കളക്ട് ചെയ്ത് വെച്ച ഫുഡാണ് നീ ഇപ്പോ കട്ടെടുത്ത് മോഷ്ടിച്ച് തിന്നുന്നത്, ഇതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. മൂക്കുമുട്ടെ എല്ലാം കട്ട് തിന്ന് നീ ഇപ്പൊ കാണുന്നില്ലേ, നമ്മുടെ കാട്ടിൽ പഴയതുപോലെ വേട്ട നടക്കുന്നില്ല, വേട്ട മൃഗങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആ വാൾമറയിലെ ടൈറ്റൻസ് കാരണം ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് വന്നാണ് അഭയം തേടുന്നത്. അവരാണ് ഇപ്പൊ വേട്ടയാടുന്നത്. അവരെ കുറ്റം പറയാനായിട്ട് കഴിയില്ല, അവർക്കും വിശപ്പും ദാഹവും ഇല്ലേ? നമുക്കിനി വേട്ടയാടി തിന്നാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാടിന്റെ ഒരു ഭാഗം മുഴുവൻ വെട്ടി വൃത്തിയാക്കി അവിടെ നമുക്ക് കൃഷി ചെയ്യണം. ഗവൺമെന്റിനോട് കുതിരകളെ വാങ്ങാനുള്ള പണം ഞാൻ ചോദിച്ചു കഴിഞ്ഞു. സാക്ഷിയാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അച്ഛൻ എന്തായി പറയണേ? നമ്മൾ വേട്ടയാടൽ ഒരിക്കലും നിർത്താൻ പാടില്ല. അത് നമ്മുടെ പ്രാചീനമായി അജീനമായിട്ട് കൈമാറി വന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതിനവളുടെ പപ്പ പറയും, അവരും മനുഷ്യരാണ്, മനുഷ്യരെല്ലാവരും കൂട്ടായി
പരസ്പരം ഒത്തുചേർന്നും സഹായിച്ചും ജീവിക്കേണ്ടവരാണ്. സോ നമ്മൾ അവരെയും കൺസിഡർ ചെയ്യണം. ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും അവരെ സഹായിക്കാൻ ഞാൻ തയ്യാറില്ല. നമുക്ക് അവരുമായിട്ട് ഒത്തുചേരേണ്ട ആവശ്യമില്ല. അതിന് അവളുടെ പപ്പു പറയും, നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ജീവിക്കാം, പക്ഷെ ഞാൻ അവരെ സഹായിക്കും. പക്ഷെ ഒരു കാര്യം നീ മറക്കാൻ പാടില്ല, ഇപ്പം നീ അവരെ സഹായിച്ചിട്ടില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നിനക്ക് അവരുടെ സഹായം ആവശ്യമായി വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് നിനക്ക് സഹായം കിട്ടില്ല. ഈ കാടിന് പുറത്ത് വലിയൊരു ലോകമുണ്ട്. അവരുമായിട്ട് ഇടപഴകാൻ നിനക്ക് പേടിയാണോ? എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോ അപമാനമാണ് തോന്നുന്നത്. കാണിക്കും 3 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഒരുപക്ഷെ അവരെല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുന്ന് രക്ഷപ്പെട്ട് കാണും. അങ്ങനെ കാര്യങ്ങൾ ആലോചിച്ച് സ്വയമേ സമാധാനിച്ച് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും അവിടെ ടൈറ്റന്റെ ആ വലിയ ഫുട് പ്രിന്റ് കാണുക. അത് കണ്ട് അവൾ ഞെട്ടും. ആണെങ്കിൽ ഞൊടിയിടയിൽ അവളുടെ ഗ്രാമത്തിലേക്ക് വരും. ഗ്രാമത്തിലാണെങ്കിൽ ടൈറ്റൻ ആക്രമിച്ചതുപോലെ ഒന്നും തന്നെ അവിടെ കാണാനുണ്ടാവില്ല. പക്ഷെ ആ ഗ്രാമത്തിലാണെങ്കിൽ ഇപ്പൊ ആൾപെരുമാറ്റവും ഇല്ല. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അതിലുള്ള ഒരു വീട് കാണിക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കും. അപ്പോൾ കാണും അവളുടെ തൊട്ടു പുറകിലായിട്ട് ഒരു ചെറിയ ടൈറ്റൻ. അത് ആ പെൺകുട്ടിയുടെ അമ്മയെ കടിച്ചു പറിച്ച് തിന്നുകയാണ്. പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഭയന്ന് പറിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ സഷ അവൾ ചാടി വീണ് ആ ടൈറ്റനെ ആഞ്ഞു വെട്ടാൻ ശ്രമിക്കുകയാണ്. ആ സമയം മറ്റൊരു കാര്യം കൂടെ വെളിപ്പെടുത്തും. വലിയ മതിലിന്റെ ഉള്ളിൽ പട്ടണങ്ങളെ പോലെ തന്നെ ഗ്രാമങ്ങളും ഉണ്ട്. പട്ടണങ്ങളെ അപേക്ഷിച്ച് ഗ്രാമത്തിലെ ജനസംഖ്യ കൂടുതലാണെങ്കിലും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങളെല്ലാം നിർമ്മിക്കുക എന്നത് ഗ്രാമത്തിലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് സഷയാണെങ്കിൽ അറഞ്ചം പുറഞ്ചും കോടാലി ഉപയോഗിച്ച് അതിനെ ആഞ്ഞു വെട്ടുകയാണ്. അതിന് ബോഡിയിൽ ചില മുറിവുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നൊഴിച്ചാൽ കാര്യമായിട്ടൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇതിനിടയിൽ അവളുടെ കയ്യിൽ നിന്ന് ആ കോടാലി അതങ്ങനെ തെറിച്ചുപോയി മുകളിൽ സ്റ്റക്കാവും. എന്ത് ചെയ്യണമെന്നറിയാതെ അവളാണെങ്കിൽ ഇപ്പോ ആ ഒരു ലേഡിയോട് സോറി പറഞ്ഞ് അവരുടെ മകളുമായിട്ട് തേക്ക് ഓടിയെത്തും. അവൾ കുതിരയെ അയച്ച് ഇപ്പോൾ ആ പെൺകുട്ടിയോട് അവളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ആ സമയം കുതിരയാണെങ്കിൽ കൈവിട്ട് അവിടെ നിന്ന് ദൂരേക്ക് ഓടി പോവാണ്. ഇതിനാണെങ്കിൽ അവരെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ട സഷയാണെങ്കിൽ ഒരു അമ്പും വില്ലും കയ്യിലെടുത്ത് ആ പെൺകുട്ടിയായിട്ട് മുൻപോട്ടേക്ക് ഓടും. നീ ഭയപ്പെടണ്ട, എങ്ങനെയെങ്കിലും നീ രക്ഷിക്കാന്ന് പറഞ്ഞ് അവരങ്ങനെ മുൻപോട്ടേക്ക് ഓടുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് സഷയോട് പറയും, എന്റെ അമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും ആരും ഞങ്ങളെ സഹായിച്ചില്ല. ഉടനെ സഷയാണെങ്കിൽ അവളോട് പറയും, നീ നിൽക്കാൻ പാടില്ല, ഇത്രയും വേഗത്തിൽ മുൻപോട്ടേക്ക് ഓടണം. നിങ്ങളെ രക്ഷിക്കാനായിട്ട് കുറച്ച് സോൾജേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരെ കാണും വരെ നീ തിരിഞ്ഞു നോക്കാനോ നിൽക്കാനോ പാടില്ല. എങ്കിലും ഇവിടുത്തെ രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞ് സഷയാണെങ്കിൽ അവളെ മുൻപോട്ടേക്ക് പറഞ്ഞയച്ച് ഈ പമ്പ് ഉപയോഗിച്ച് ആ ടൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ്. സഷയ്ക്ക് അതിന്റെ 2 കണ്ണ് തകർക്കണമെന്ന്. സഷയ്ക്കാണെങ്കിൽ അതിന്റെ 2 കണ്ണ് തകർത്താൽ അതിനെ തടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാവും. അവളാണെങ്കിൽ അമ്പെയ്യും. അതിന്റെ ഒരു കണ്ണ് അവളുടെ അമ്പ് കൊണ്ട് തകരും. ഒന്നാമത്തെ കണ്ണ് തകർക്കാനായിട്ട് വലിയൊരു മരത്തിന് മുകളിൽ കയറി 2ാമത്തെ കണ്ണ് എയിം ചെയ്ത് അവൾ അമ്പെയ്യും. പക്ഷെ അത് ജസ്റ്റ് മിസ്സിന് തെന്നി മാറി പോവാണ്. അവളാണെങ്കിൽ അവസാനത്തെ അമ്പുമായിട്ട് അതിനെ എയിം ചെയ്ത് നിൽക്കും. അത് ക്ലോസ് എത്തുന്ന താമസം ഇല്ലെങ്ങനെ വലിച്ചെറിഞ്ഞ് ആ അമ്പുമായിട്ട് ചാടി വന്ന് അതിന്റെ 2ാമത്തെ കണ്ണിൽ കുത്തി ഇറക്കുകയാണ്. ഇപ്പൊ ആ ടൈറ്റിന് കണ്ണ് കാണുന്നില്ല. ആ ഗ്യാപ്പിൽ അവൾ മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും കുതിരകളുടെ ശബ്ദം അവൾ കേൾക്കുക. അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അത് അവളുടെ പപ്പയും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളും അവളെ രക്ഷിച്ച പെൺകുട്ടിയുമാണ്. അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സഷയും അവരോടൊപ്പം മുൻപോട്ടേക്ക് പോവാണ്. അവളുടെ പപ്പയാണെങ്കിൽ അവളോട് പറയും, ഈ പെൺകുട്ടിയാണ് ഗ്രാമത്തിൽ അവളെ രക്ഷിച്ച ഒരു ചേച്ചിയെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ നീ ആയിരിക്കും അതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ ഈ പെൺകുട്ടിയെ രക്ഷിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നുന്നു. അതിനവളാണെങ്കിൽ അവളുടെ പപ്പയോട് താങ്ക്സ് പറയും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സൗത്ത് സൈഡിലേക്ക് പോയ നമ്മുടെ കോണിയെ കാണിക്കുകയാണ്. അവന്റെ ഗ്രാമം അങ്ങനെ തകർന്നു കിടക്കുകയാണ്. അവന്റെ വീട്ടിലേക്ക് വന്ന് അച്ഛന്റെ അമ്മയുടെ സഹോദരങ്ങളുടെ പേര് ഉറക്കെ വിളിക്കും. ഇല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെ വിട്ടുപിരിയാൻ എന്നെ കൊണ്ടാവില്ല. കോണിയാണെങ്കിൽ തലയുയർത്തി അവന്റെ വീടിന്റെ മുകളിലേക്ക് നോക്കും. അപ്പോൾ അവൻ കാണും വലിയൊരു ടൈറ്റൻ ആ വീടിന്റെ മുകളിൽ കിടക്കുന്നത്. അവന്റെ ടീമിലുള്ള എല്ലാവരും അവിടേക്ക് കടന്നു വരും. അവരും ആ കാഴ്ച കണ്ട് ഞെട്ടും. അവരാണെങ്കിൽ ആ ടൈറ്റനെ ശ്രദ്ധിച്ചൊന്ന് നോക്കും. അതിന്റെ കൈയും കാലും വളരെ ചെറുതാണ്. അതിനെ കൊണ്ട് നടക്കാൻ കഴിയില്ല. സോ അതിങ്ങനെ ഇവിടേക്ക് വന്നു. ഇവിടെ അച്ഛനും അമ്മയും സിബ്ലിങ്സും അവരെവിടെ? അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുമായി അവരവിടെ നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.